കുട്ടിയെ പോലെ കളിക്കണ്ടേ? അതിനും എടുത്ത് കെട്ടിയിട്. അല്ലെങ്കിലേ കറക്കാൻ നേരത്ത് ഒരു തുള്ളി പാല് കിട്ടില്ല. ദേ കറന്ന് അതിന്റെ ചോര കൂടി ഊറ്റി എടുക്കണുണ്ട്. ചോര ഊറ്റി വിറ്റിട്ട് തന്നെയാ നിന്നെയൊക്കെ ഇത്രയും വളർത്തിയെടുത്തത്. എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്? ഭർത്താവ് വേണ്ടത്ര സമ്പാദിച്ചു കൂട്ടുന്നില്ലേ? വെറുതെ കുരുത്തക്കേട് പറയണ്ട, മര്യാദയ്ക്ക് സംസാരിക്ക്. നാവെടുത്ത ആങ്ങളെയും പെങ്ങളും. അച്ഛനെ കുറ്റം പറയാനേ സമയമുള്ളൂ. അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണെങ്കിൽ എത്ര ദിവസം ഇങ്ങോട്ട് വന്നിട്ട്? വരണമെന്നും മക്കളെ കാണണമെന്നും ഒക്കെ മോഹം ഉണ്ടാവും. അതിനാ യക്ഷി വിടണ്ടേ? കാവൽക്കാരായിട്ട് 2 കാട്ടുപോത്തുകളെ നിർത്തിയിരിക്കല്ലേ. ആങ്ങളമാരാണത്രേ, ആങ്ങളമാര്. അതിന് ഉണ്ണീടിന് സാമർത്ഥ്യം ഉണ്ടായിരുന്നെങ്കിൽ അവരവിടെ താമസിക്കുവോ? തലയിലേ വരാൻ നന്നാകണം. അച്ഛന്റെ കൂടെ നിന്ന് മന്ത്രവാദം പഠിച്ചിരുന്നെങ്കിലേ അതെങ്കിലും ഉണ്ടാവുമായിരുന്നേനെ. കണ്ടിടത്ത് നിരങ്ങി നടക്കാനല്ലേ യോഗം. ഓ പിന്നെ രാവിലെ കുളിച്ചൊരുങ്ങി പോകുന്ന കണ്ടാ തോന്നും വലിയ കളക്ടർ ഉദ്യോഗത്തിന് പോവാന്ന്. എവിടെയാടി അവൻ? രാമരാവണ സാമ്രാജ്യം നാടകം ഏതാനും നിമിഷങ്ങൾക്ക് ആരംഭിക്കുന്നതാണ്. രാവണനായി അഭിനയിക്കുന്ന ഉണ്ണികൃഷ്ണൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. ഈശ്വര, മനുഷ്യനെ മൂത്രമൊഴിക്കാൻ പോകാനും സമ്മതിക്കില്ലേ? ആ വിദ്യാസുണ്ടെങ്കിൽ വിളിക്ക്. സുദേവ മീശ ഒട്ടിക്ക്. ഉണ്ണികൃഷ്ണൻ എഴുത്തുണ്ട്. എഴുത്തൊക്കെ പിന്നെ നാടകം നടക്കട്ടെ. അതല്ല, എഴുത്ത് വായിച്ചാൽ നാടകം നടക്കൂ. എന്താ പക്ഷേ പ്രശ്നം? ഇവനോ പറയുന്നില്ല, നിങ്ങളെങ്കിലും ഒന്ന് പറ. ഉണ്ണി കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. വേണ്ട, നാടകം നടക്കുന്ന കാര്യം ബുദ്ധിമുട്ടാ. ജിഞ്ചർ ബെറീസും ഫ്രഞ്ച് പോളിഷും കലർന്ന വ്യാജമദ്യം കഴിച്ച് വിഭീഷണനും ലക്ഷ്മണനും ദശരഥനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഭാരവാഹികൾ ഈ വിവരം അറിയുന്നതിന് മുമ്പ് നമുക്ക്. അപ്പൊ കല്യാണത്തിന് നാളെ നേരത്തെ എത്തില്ലേ? എന്നാ ഞാൻ പോട്ടെ. ഭാസ്കര, ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ? എനിക്ക് പേടിയോ? അത് കൊള്ളാം. ഞാൻ വേണം നിങ്ങളെ വീട്ടിലാക്കി തരാം. എന്നാ ഞങ്ങൾ പോട്ടെ. പറ. പേടിയേ സഹോദര, ജ്യേഷ്ഠ, സുഹൃത്തേ, സഹോദര, അമ്മ. കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു രാവണൻ. നാല് കാലിലാണല്ലോ വരവ്. അച്ഛന്റെ ചിരിദേവി കുട്ടി എവിടെ? ആ, ബോധം അറിയുമ്പോഴാണ് അച്ഛന് മക്കളെ പറ്റിയുള്ള ആലോചന. മോള് പറഞ്ഞത് നേരാ. എന്നാ പരിപ്പ് വട. ഓർമ്മയുണ്ട്, മിണ്ടിക്കൂടാന്ന് പറഞ്ഞ അവസ്ഥ അച്ഛന്റെ. എന്താ ചെയ്യ ഭവാനി? ഇന്നാ ഇത് വച്ചോ. വാവിനും ശങ്കരാന്തിക്കോ ഒന്ന് കടന്നു വരിക. വന്നു എന്നറിഞ്ഞ ആകെപ്പാടെ എങ്ങോട്ട് കടത്തിക്കൊണ്ട് പോകുന്നുള്ള പരാതിയും. എനിക്ക് കാശും പുത്തനൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ടാ മതി. ഉണ്ണികൃഷ്ണനാ, ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. അവന്റെ ഈ തോന്നിയടുത്തുള്ള വരവും പോക്കും ഇന്നത്തോടെ ഞാൻ നിർത്തും. ഇവിടെ നീ ഇവിടെ ഇരുന്നാ മതി, അങ്ങോട്ടൊന്നും വരണ്ട. അമ്മേ, അച്ഛാ, ഞാന് ഉണ്ണികൃഷ്ണൻ. അമ്മേ, അച്ഛൻ. അനാഥരക്ഷക, അടിയന് ഭാവമോചനം കിട്ടി. ആവൽ ബാന്ധവ. ശങ്കുണിയാര്? ആരാത്? ശങ്കുണിയാരില്ലേ? അളിയൻ പുറത്തു വരിക. എന്താ പ്രശ്നം? സ്വാമിയേ, അതെ, ദർശനം, പുണ്യദർശനം. ഈ ദാസൻ ധന്യനായി പ്രഭോ. ഇന്നലെ തുടങ്ങിയതാ. മഹാമായി. സാഷ്ടാംഗ പ്രണാമം കാരുണ്യ സിന്ധോ. ശത്രുവിന്റെ ആഭിചാരപ്രകം മൂലമുണ്ടായ അപസ്മാരമാണ്. കൊമ്പനാനയുടെ മൂത്രത്തിൽ വെളുത്ത ചെത്തിപ്പൂ ചേർത്തരച്ചുണക്കി പൊടിച്ച് ആ പൊടി കൈവശം വെച്ചുകൊണ്ട് മന്ത്രം ജപിക്കണം. എന്തു മന്ത്രോ? അതിനളിയൻ വരണം. ശരണം മയിൽ വാഹന. അങ്ങേരുടെ ഒളിച്ചുകൾ ഞാൻ ഇന്നും കൊണ്ട് അവസാനിപ്പിക്കും. എന്റെ കണ്ണൊന്ന് തെറ്റിയാൽ മതി, ഉടനെ ആ എണ്ണക്കെട്ടോടെ വീട്ടിൽ പോകും. പാടാ. ഇത് ശരിയാവും, ഞാൻ അങ്ങനെ വിളിച്ചോണ്ടുവരാം. പാടാ. ഓ, നിങ്ങൾ ധൈര്യമായിട്ട്, ഞാൻ ഇപ്പൊ വരാം. നീ എങ്ങോട്ടാ? നിങ്ങളെങ്ങോട്ടാ? എന്നാ ഞാനും വരുന്നു. ഒന്ന് പരിചയപ്പെട്ടിരിക്കാൻ പറ്റും. തർക്കുത്തരം പറയുന്നു. നീ ഇവിടെ ഇരുന്നാ മതി, വരുന്ന ആളുകൾ വേറെ അങ്ങോട്ട് പോകാതെ നോക്കിയാ മതി. വാ പറക്കുക. നിങ്ങൾ പോയിട്ട് വാ. ചാമുണ്ടേശ്വരി,
പാലാഴി കടഞ്ഞ് തീരാറായോ? ഇല്ല, കുറച്ച് സമയം കൂടെ പിടിക്കും. അവന്റെ ഒരു പാലാഴി. വിജയീഭവ. അവന് താല്പര്യം ഉണ്ടെങ്കിൽ ആ പഞ്ചായത്ത് ഓഫീസിന്റെ വടക്ക് വശത്തുള്ള സ്ഥലം വിറ്റ് അവനൊരു കടയിട്ട് കൊടുക്കും. അതൊന്നും അല്ല വേണ്ടത്. ശ്രീദേവിക്ക് നല്ല ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. അവളുടെ കാര്യം ഓർക്കാഞ്ഞിട്ടല്ല, ആ നാണുനായരുടെ നല്ല കല്യാണക്കാരിയും വല്ലതും ഒത്തുവരികയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഒഴിഞ്ഞൊഴിഞ്ഞ് ഈ പരുവത്തിലാക്കി, എന്നിട്ട് നിർത്താറായില്ലേ? എന്തോന്നാ മനുഷ്യ കാണിക്കുന്നത്? ഇങ്ങോട്ടാ എഴുന്നള്ളുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടായിക്കൂടായിരുന്നോ? ഇന്നലെ രാത്രി ഇനി നിങ്ങളെ അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. ചേച്ചി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇങ്ങോട്ടേ വരത്തോളന്ന്. ഈ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും നടുവിൽ ഇങ്ങേരും കൂടെ വന്നിരുന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ, ചെറിയമ്മയ്ക്ക് ഇത്രയും സ്നേഹം ഞങ്ങളോടുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അച്ഛൻ വരുമാനം മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ സുഭിക്ഷമായി ജീവിക്കുന്നുണ്ടേ. ഉണ്ണി, നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്നാ മതിയോ മനുഷ്യ? കാലത്ത് തൊട്ട് അവിടെ ആളുകൾ വന്ന് കാത്തിരിക്കുക. ചെറിയമ്മ പൊക്കോ, അച്ഛനോട് എത്തിക്കോളും. നിങ്ങൾ വരുന്നുണ്ടോന്ന് ഓട്ടോ കാത്ത് കിടക്കുന്നു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. പുള്ളിയും ജപമൊക്കെ അവിടെ ചെന്നാലും ആവാം. കുളി കഴിഞ്ഞിട്ട് പോയാ മതി. അതുവരെ നിൽക്കാൻ പറ്റാത്ത പ്രേതവും ബാധയും ഉണ്ടെങ്കിലേ അങ്ങോട്ട് പോയിക്കോട്ടെ. തള്ളേ, ഏഷ്യനും പരദൂഷണവും പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തല്ലിക്കാന്നായിരിക്കും. കണ്ടിടത്ത് നിറയെ കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കണ്ടോ, ഇവിടെയുള്ള അച്ഛന്റെ ഭാര്യ മക്കളുവാ, രഹസ്യ ബന്ധക്കാരല്ല. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എന്റെ ചേച്ചി ആരാണെന്ന് നിനക്കറിയാമോ? അറിയാം, എന്റെ അച്ഛന്റെ കൂടെ കൂടിയിരിക്കുന്ന പുതിയ ഒഴിയാ ബാധ. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ശരിയല്ലെങ്കിൽ ആണുങ്ങൾ 2-3 കെട്ടിയെന്നിരിക്കും. വിഷമിച്ചിട്ട് കാര്യമില്ല. ആ കഥയൊന്നും പറയണ്ട. കണ്ടവരുടെ വീട്ടിലൊക്കെ അടിച്ചു വരാൻ നടന്നിരുന്ന പങ്കജം എന്റെ അച്ഛന്റെ കൂടെ കൂടുന്നതിന് മുമ്പ് ഏത് തരക്കാരിയായിരുന്നു എന്ന് എനിക്ക് മാത്രമല്ല നാട്ടുകാർക്കും അറിയാം. ഉണ്ണി, അകത്ത് പോ. ഈ നാറിയുടെ വായിന്ന് കേൾപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ വന്നത്? അവൻ പറഞ്ഞത് കേട്ടില്ലേ? തൃപ്തിയായില്ലേ നിങ്ങക്ക്? ഇങ്ങോട്ട് വന്നേ. ആയിക്കോട്ടെ. വരാൻ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. നിങ്ങളുടെ കാലം കഴിഞ്ഞ എന്റെ സ്ഥിതി എന്താവെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അത്ര വേഗമൊന്നും ചാകത്തില്ലടി. ഇന്നല്ലെങ്കിൽ നാളെ ആ ഭവാനിയും പിള്ളേരും കയറി വരും. പുഴുത്ത പട്ടിയെ പോലെ എന്നെ ആട്ടി ഇറക്കുന്നത് കാണാൻ മോഹമുണ്ടോ? ഈ വീടും പറമ്പും നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ലേ, പിന്നെ എന്തിനാട് കിടന്നു പോകുന്നേ? വയസ്സുകാലത്ത് എന്നെ തിരിഞ്ഞു നോക്കാൻ ഒരുത്തനും ഉണ്ടാവില്ല. കാലായ ആൺമക്കളൊന്നും എനിക്കില്ലല്ലോ. എല്ലാരെയും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നതേ നിങ്ങളെ ഉദ്ദേശം മാത്ര. നീ എന്തിനാടി വിഷമിക്കുന്നേ? അതിന് ഞാൻ നിന്നോട് വല്ല വിശ്വാസപൂർവ്വം കാണിച്ചിട്ടുണ്ടോ? വിശ്വാസക്കുറവ് കാണിച്ചെന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ. തിരക്കൊഴിഞ്ഞിട്ട് ഇതിലൊന്ന് ഒപ്പിടാൻ പറയാൻ ഞാൻ എപ്പോഴും മറക്കും. ഇതിലൊന്ന് ഒപ്പിട്ടെ. ആ എന്തിനായത്? അതെ, ആ പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള സ്ഥലം എന്റെ പേരില്. അത് ഉണ്ണിക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു. അത് സാരമില്ല, ഇതിലൊരു ഒപ്പിടുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ പറ്റില്ല. എന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ലേ അങ്ങനെ പറയുന്നേ? നോക്ക്, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. മാറിക്കേ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? സദാസമയവും ഭർത്താവ് ഭർത്താവ് എന്ന് നാമം ജപിച്ചാർന്നിട്ട് എന്തായി? ഈ പങ്കയത്തിനെ ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നല്ലവണ്ണം ആണെങ്കിലേ പങ്കജ കരള് പറിച്ചു കൊടുക്കും. ആ ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. അളിയൻ വെള്ളം അടിക്കുമ്പോ അതും ഇതും പറഞ്ഞ എന്റെ പെങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. മര്യാദക്ക് ഒപ്പിട്. ഒപ്പിടില്ല. ഒപ്പിടാനാ പറഞ്ഞത്. ഒപ്പിടില്ല. ഇങ്ങോട്ട് പറക്കേ. ഇതിന് ഒപ്പിടാൻ. ഒപ്പിടില്ല. ഒപ്പിടാനാ പറഞ്ഞേ. ഞാനിതിൽ ഒപ്പിടുന്ന പ്രശ്നമേ ഇല്ല. ഒപ്പിടോ നേരെ. ഞാൻ ഒപ്പിടില്ല. ഇയാളെ കൊണ്ട് ഒപ്പിടിക്കാവും. ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ അച്ഛനെ പാമ്പ് പിടിച്ചു.
എങ്ങോട്ടാ? സ്വന്തം ബന്ധം പറഞ്ഞോണ്ടുള്ള ഓരോ ഏർപ്പാടും ഇനി വേണ്ട. ഇതോ കിടക്കുന്നു. അച്ഛനെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാ. അമ്മയെ വീട്ടിലെത്തിക്കാൻ എനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. കാറ്റും മഴയും കൊള്ളാതെ ചുരുണ്ട് കിടക്കാൻ ഒരു വീടെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ, 2 എണ്ണത്തിന് പെറ്റേന്നുള്ള കൂലിയായിട്ട്. അച്ഛൻ മരിച്ചിട്ട് 2 മാസമല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുകയായിരുന്നു ഒറ്റപ്പാലത്തുകാര്. ആ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്തുള്ള സ്ഥലമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവളുടെ കല്യാണം അങ്ങ് നടത്തായിരുന്നു. ഇനിയിപ്പോ എന്ത് വിറ്റിട്ടാ ഇവളെ പറഞ്ഞയക്കുക? ഒത്തുവരികയാണെങ്കിൽ ഈ വീടും പറമ്പും വിൽക്കാം. ഞാൻ നോക്കിയിട്ട് ആ ഒരു വഴിയെ കാണുന്നുള്ളൂ. വീട് വിറ്റിട്ടുള്ള കല്യാണം ഒന്നും എനിക്ക് വേണ്ട. വീട് വിൽക്കണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല മോളെ. ആരാ നമ്മളെ ഒന്ന് സഹായിക്കുക? എഴുതി തന്നിട്ടില്ലെങ്കിലും അച്ഛൻ വാക്ക് പറഞ്ഞിട്ടുള്ളതാ. പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള ആ സ്ഥലം നമുക്ക് അവകാശപ്പെട്ടതാ. ഞാനത് മേടിക്കും. വഴക്കിനും പൊല്ലാപ്പിനും ഒന്നും പോണ്ട ഉണ്ണി. നമുക്ക് ഇതേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതിയാ മതി. അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ ശരിയാവില്ലമ്മേ. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കണ്ടവർക്കൊക്കെ തിന്നു മുടിക്കാനല്ല. അവകാശം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഞാനും എന്റെ ആങ്ങളമാരും കൂടെ എല്ല് വെള്ളമാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അറിയാ നിനക്ക്? അച്ഛൻ തരാമെന്ന് പറഞ്ഞ ആ സ്ഥലം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും ചെറിയ എടുത്തോളൂ. ഓ, ഒരു ഔദാര്യം. നിന്റെ അച്ഛൻ 10 കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ അതിന് ഇരട്ടി കുടിച്ചു തീർത്തിട്ടുണ്ട്. അറിയാവോ? ആർക്കും ഒരു സ്ഥലവും തരാമെന്ന് അങ്ങനെ വാക്കൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ണീഷം വയ്ക്കോ. ദേ, ഇനി ഈ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ ഇതങ്ങ് വിട്ടുതരാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ? വെറുതെ എന്റെ കൈ മെനക്കെടുത്താതെ കണ്ടവന്റെ ഒക്കെ എച്ചിരി നിന്ന് കഴിയുന്ന നിനക്കിതിൽ എന്താ കാര്യം? നോക്കി എനിക്ക് അത് കഴുത്തിന് പിടിച്ച് പുറത്തല്ലടാ. എന്നോടോ വാടാ വാ. ഇതാ നിനക്കുള്ള വീതം. എഴുന്നേറ്റ് പോയിക്കോ. പാടാ. പട്ടിണി കിടന്ന് ചത്താലും വേണ്ടില്ല, ഇതൊന്നും കണ്ണി കാണണ്ടല്ലോ. തല്ലി ചതച്ച കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുനിട്ടപ്പോ നെഞ്ചു പൊട്ടി പോവുക ചെയ്തത്. ഉണ്ണേട്ടാ, ഏട്ടനിവിടെ നിന്നാ ഇനി അവര് തല്ലും ബഹളം ഉണ്ടാക്കും. മോനെ, എല്ലാം വിറ്റ് പറക്കിയ കാശ. അമ്മയെ കൊണ്ട് ഇതേയാവും. ഈ നിലയിൽ നിങ്ങളിവിടെ തനിച്ചാക്കിയിട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ ഒരു വരുമാനവും ഇല്ലാതെ. അതോർത്ത് നീ വിഷമിക്കണ്ട. ആരെങ്കിലും മുറ്റമടിച്ചോ പാത്രം കഴുകിയോ ഞങ്ങൾ ഇവിടെ ജീവിച്ചോളാം. ഇതാ ഉണ്ണേട്ടാ കൃഷ്ണൻകുട്ടി അമ്മാവന്റെ അഡ്രസ്. മോനൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്റെ മോൻ നന്നായി വരും. ഒറ്റപ്പാലത്തുകാർ പെണ്ണാണം വരുമ്പോ പറഞ്ഞേക്കൂ, ചേട്ടൻ കാതിലെ മിന്നു വരെ ഊരി വിട്ടിട്ടാ പോയതെന്ന്.